അധ്യായം 36. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോന്റെ മകളാണ് ആദാ. ഹിവ്യനായ സിബെയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ ഏലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു. ഒഹോലിബാമായിൽ നിന്ന് അവന് യവുഷവും യാലാമും കോറഹും ജനിച്ചു. കാനാൻ ദേശത്തു വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയിർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയിർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ: ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവുവേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റവുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സിബെയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമായിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും. ഏസാവിന്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിന്റെ കടിഞ്ഞുൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക്ക് എന്നിവർ. ഏദോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്.